ുമായി പാവങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈയിട്ട് വാരി സർക്കാർ ഉദ്യോഗസ്ഥർ. സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് കണ്ടെത്തൽ. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നത്. 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു. എങ്ങനെ ഈ പിഴവ് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ കണ്ടെത്തലിൽ എന്ത് നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്? ഗുരുതരമായൊരു പിഴവാണ് 1458 സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മരിച്ചവരുടെ പേരിൽ സമാനമായ തരത്തിൽ പണം കൈപ്പറ്റുന്നതായി, സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചതുമാണ്. അതിന് പിന്നാലെയാണ് സർക്കാർ ജീവനക്കാരും, ഇപ്പോൾ സർവീസിലുള്ള സർക്കാർ ജീവനക്കാരും സമാനമായ തരത്തിൽ പണം കൈപ്പറ്റുന്നുണ്ട്, സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന സൂചനകൾ ധനവകുപ്പിന് ലഭിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെ വ്യാപകമായ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ പട്ടിക സഹിതം പുറത്തുവരുന്നത്. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാർ ഇങ്ങനെ ഈ പണം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 373 പേർ ആരോഗ്യ വകുപ്പിൽ മാത്രം ഇത്തരത്തിൽ അർഹമായി ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും എന്ന നിലയ്ക്കാണ് ഈ പട്ടിക നീളുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്ന വിശദാംശങ്ങളിൽ ലഭ്യമായിരിക്കുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനോടകം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കണക്കുകൾ മാത്രമാണ് ഈ പുറത്തു വന്നിരിക്കുന്ന 1458 പേരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ഇതിൽ ഗസറ്റഡ് ഓഫീസർമാർ വരെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്. പാലക്കാടും തിരുവനന്തപുരത്തുമായി സർക്കാർ കോളേജുകളിൽ ജോലി ചെയ്യുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഗൗരവതരമായ തരത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന സ്പാർക്കിലെ വിവരങ്ങൾ സേവന ആപ്പുമായി ബന്ധിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ വ്യാപകമായി നടന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തായിരിക്കുന്നത് എന്നാണ് ധനവകുപ്പിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഡാൻ, ഇത് എത്ര നാൾ ഇവർ ഈ ചൂഷണം നടത്തി എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ? ഇവർക്കെതിരായ നടപടികൾ എന്താണ് സർക്കാർ തലത്തിൽ ഇപ്പോഴുള്ള ആലോചന? മാത്രവുമല്ല, ഇപ്പോൾ കണ്ടെത്തിയതിലും കൂടുതൽ ആൾക്കാർ ഈ രീതിയിൽ അനധികൃതമായി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന സൂചനയാണോ, അങ്ങനെയായിട്ടാണോ ഈ റിപ്പോർട്ടിനെ സർക്കാർ കാണുന്നത്? അതായത് ഇത് എത്ര നാളുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായ പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ അതോ ആ കണക്കുകൾ ധനവകുപ്പ് ഇപ്പോൾ പുറത്തുവിടാത്തതാണോ എന്നതിനെ സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. കാരണം ഒരു വർഷം ഈ 1458 പേർ ഒരു വർഷം ഇത്തരത്തിൽ അനർഹമായി പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഏതാണ്ട് 2,67,00,000-ലക്ഷത്തിലധികം രൂപയുടെ ചെലവ് വരുന്നതായാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചധിക വർഷങ്ങളായി സമാനമായ തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് അനർഹമായി ഇത്രയും അധികം ആളുകൾക്ക് ഇങ്ങനെ പണം കൈമാറേണ്ടി വരുന്നത് വലിയൊരു പിഴവായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതിനിടയിലാണ് ഈ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ 1458 പേർ അനർഹമായി കൈപ്പറ്റിയ പണം അതിന്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കാനുള്ള നിർദ്ദേശമാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ, അതായത് ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നടപടികൾ വേണമോ എന്ന കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുക. ഇത് താഴേക്കിടയിൽ ഉള്ളവർക്ക് ലഭിക്കേണ്ടുന്ന, ഏറ്റവും അർഹരായവർക്ക് ലഭിക്കേണ്ടുന്ന പണമാണ്. അതിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃത്യമായി കൊടുക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. അത് കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവിടെയാണ് കൃത്യമായി ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലുള്ള, ഏതാണ്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ എങ്ങനെ ഇവർ ഉൾപ്പെട്ടു, ആ തട്ടിപ്പ് എങ്ങനെ നടന്നു എന്നതിൽ വിശദമായ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ടോ? അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ?
ആ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ പട്ടികയിൽ അവർ ഇടം പിടിച്ചത് എങ്ങനെയാണ്, അതിൽ ബോധപൂർവമായ ആരുടെയെങ്കിലും ഇടപെടൽ സർക്കാർ തലത്തിൽ തന്നെ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേമ പെൻഷൻ സജ്ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സേവന ആപ്പ് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനകൾ നടത്തിയിരുന്ന അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആളുകളെ ക്ഷേമ പെൻഷന് വേണ്ടി കണ്ടെത്തിയിരുന്ന ഉദ്യോഗസ്ഥർക്ക് ബോധപൂർവമായി ഈ സംഭവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിനോടകം നടത്തിയ പരിശോധനയിൽ 1458 പേർ ഇങ്ങനെ അനധികൃതമായി അനർഹമായി ഈ പണം കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ. ഞാനിപ്പോൾ നമുക്കൊപ്പം മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 1458 പേർ, അത് സർക്കാർ തലത്തിൽ ഗസറ്റഡ് റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്, ഏതാണ്ട് എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നത്. സാധാരണക്കാർക്ക് കിട്ടേണ്ട, അർഹരായവർക്ക്, ഏറ്റവും അർഹരായവരുടെ കയ്യിലേക്ക് കിട്ടേണ്ട പെൻഷനാണ് ഈ രീതിയിൽ തട്ടിപ്പറിക്കപ്പെട്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഈ തട്ടിപ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് പ്രാഥമികമായി ഇരുത്തുമ്പോൾ തന്നെ അറിയാം. ഇത് തുക ുള്ള ആളുകൾ, അവർ ബെനിഫിഷ്യറീസ് ആണ്, അവരുടെ തുക വെക്കണം, അവർക്കെതിരായി കേസ് എടുക്കുകയും അതോടൊപ്പം ഈ തുക കൊടുക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ ഒരു സംഘം ഒരുമിച്ച് പ്രവർത്തിക്കാതെ ഒരിക്കലും ഈ സൂര്യക്ഷേമ പെൻഷന്റെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആ തട്ടിപ്പ് അഴിഞ്ഞേയും മതിയാവും. പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ തുച്ഛമായ തുക വല്ലപ്പോഴും ഇപ്പൊ കിട്ടുന്നത്, ആ തുക പോലും കൊടുക്കില്ല എന്നൊരു നില വരികയും അതിനകത്ത് വരുന്ന സ്വഭാവം എടുക്കുകയും ചെയ്യുന്നു. അത് സാമൂഹിക അധർമ്മമാണ്, ഇല്ലീഗാലിറ്റിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്കെതിരായി കർക്കശമായ നടപടി. എങ്ങനെ ഈ പാളിച്ച സംഭവിച്ചു എന്ന് കൂടി അറിയണ്ടേ? നമുക്കറിയാം, പെൻഷൻ കിട്ടുന്നതിന് പ്രായപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ സർവീസിൽ ഇരിക്കുന്നവർക്ക്, ശമ്പളം പറ്റുന്നവർക്ക് എങ്ങനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റി എന്നത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? അത് കൃത്യമായ അന്വേഷണം അതിൽ വേണ്ടേ? അതിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം? ഇതിൽ എങ്ങനെയുള്ള ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്നാണ് കരുതുന്നത്? അന്വേഷണത്തിന് മാത്രമല്ല, സാമ്പത്തിക കുറ്റവാളികളാണ് ഇവർ ഈ പാവപ്പെട്ട പണം കട്ടിട്ടുള്ള സാമ്പത്തിക കുറ്റവാളികളാണ്. അങ്ങനെ ഒരു കുറ്റവാളിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ നിയമം അനുശാസിക്കുന്ന രൂപത്തിലുള്ള നടപടികൾ എടുത്തേ മതിയാവും. രണ്ടാമത്തെ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കുറ്റവാളികൾ സാധ്യത ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഈ ഓഫീസിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ തന്നെയായിരിക്കണം. ഒന്നുകിൽ മേളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകും, അതല്ലെന്ന് വരികിൽ അവർ സ്വയമേവ ഇത് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും ഏറ്റവും വലിയ ഒഫൻസാണിത്. അവർക്കെതിരായിട്ടുള്ള നടപടി എടുക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പണം ഇങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകൾ, അവരുടെ പേര് പബ്ലിക് ഡൊമൈനിൽ വരണം, ജനങ്ങൾ അറിയണം ഇവരൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയത്, ഈ പണാപകരണം നടത്തിയിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ്. അവർക്ക് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞു നിറക്കാൻ അർഹതയില്ല. അതുകൊണ്ട് അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വന്നേ മതിയാകൂ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടി, ഇതിന്റെ തട്ടിപ്പിന്റെ കാലപരിധി എത്രയാണ് എന്നതിൽ വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പുറത്തു വന്നിട്ടില്ല, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഒരുപക്ഷെ ഇത് വളരെ മുന്നേ തന്നെ, ഞാൻ ഉദ്ദേശിക്കുന്നത് UDFന്റെ ഭരണകാലത്തൊക്കെ തന്നെയും ഇത്തരം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകുമോ? അങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അതല്ല, ഇത് സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. UDFന്റെ കാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നിട്ടാണല്ലോ 2 പെൻഷനുള്ള ആളുകളെ മുഴുവൻ ഒഴിവാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. അതോടുകൂടി ആ അധ്യായം അവസാനിച്ചു. നേരത്തെ 2 പെൻഷൻ പറ്റുമായിരുന്നു, ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന മറ്റ് പെൻഷനും. അത് മേടിക്കാനുള്ള അർഹത നിയമപരമായി അത് അംഗീകരിക്കുമായിരുന്നു. ഇപ്പോഴതിൽ അംഗീകാരം ഇല്ലെന്ന് മാത്രമല്ല, അതിനകത്ത് ഗവൺമെന്റ് ഒരു മസ്തറയ്ക്ക് നടത്തണമെന്ന് പറഞ്ഞു, ഒരു പെൻഷൻ മാത്രമേ മേടിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒറ്റ പെൻഷൻ മേടിക്കുന്ന ആളുകളാണ് ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുൻകാല കാര്യങ്ങൾ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒട്ടും ശരിയല്ല. ഇത് ഗവൺമെന്റ് ഇടപെട്ട് ഈ കാര്യത്തിൽ കർക്കശമായ നടപടി എടുത്തേ മതിയാവും.
ശരി, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഈ തട്ടിപ്പ് എങ്ങനെ നടന്നു എന്നതിൽ അന്വേഷണം ഉണ്ടാകണം. അതിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യമാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഈ പെൻഷൻ പണം കൈപ്പറ്റിയവർ ചെയ്തിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യമാണ്. അതിൽ ഉണ്ടാകേണ്ടുന്ന എല്ലാ നടപടികളും ഉണ്ടാകണം എന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇത് ഒരു പരിധിവരെ സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ്. തുടർ ഭരണത്തിലിരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ 5 വർഷം കൃത്യമായും അതിനുശേഷം ഈ ഇത്രയും 4 വർഷത്തോളം ഭരണത്തിലിരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ എങ്ങനെ ക്രമക്കേടുണ്ടായാലും ഇത് നേരത്തെ കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഉൾപ്പെടെ അവരുടേതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയമായി ഇത് മാറുമോ? ഇത് കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ നിയോഗിച്ച ഒരു അന്വേഷണ സംവിധാനം തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ ഇതിൽ ഏത് തരത്തിൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ഇത് സംബന്ധിച്ച സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഏതാണ്ട് 60 ലക്ഷത്തിലധികം ആളുകൾ സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാരിന്റെ പക്കൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട്. ഏതാണ്ട് 900 കോടി രൂപ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സർക്കാരിന്. ആ പശ്ചാത്തലത്തിൽ വിപുലമായ സംവിധാനങ്ങളിലൂടെയാണ് ഈ ക്ഷേമ പെൻഷൻ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചത്. ആ നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പാളിച്ചകളാണ് അനർഹർ ഇതിൽ ഇടം പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അത് സർക്കാർ തന്നെ നിയോഗിച്ച ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതെന്ന് പറയുമ്പോൾ സർക്കാരിന് ഇത് സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങൾ, സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെയൊരു പരിശോധനയിലേക്ക് അവർ കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് എത്രയധികം നാളുകളായി ഈ പണം ഇങ്ങനെ ഇവർ കൈപ്പറ്റിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. അത് വൈകാതെ തന്നെ അങ്ങനെ ആ വിവരങ്ങൾ കൂടി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായാലും വിശദമായ പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വിഷയം ഗുരുതരമെന്ന് ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ന്യൂസ് 8നോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. ക്രമക്കേട് കാട്ടിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരം പ്രസിദ്ധപ്പെടുത്തണം. സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരാരും നമുക്കറിയാമല്ലോ. ഒന്നുകിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, പിന്നെ വികലാംഗരുടെ പെൻഷൻ, അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളാണ് ഈ പെൻഷൻ ലഭ്യമാവുന്നത്. എനിക്ക് തോന്നുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയിൽമെന്റ് ഉള്ളവരായിരിക്കും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗുരുതരമായ തെറ്റാണത്. സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അത് വാങ്ങുന്നവർക്കുള്ള എന്താണ് അങ്ങനെ സംഭവിച്ചത്, അതിനകത്ത് വാങ്ങാൻ ആരെങ്കിലും തടയാത്തത് കൊണ്ടാണോ അതോ മനഃപൂർവ്വമായി അങ്ങനെ വാങ്ങിയതാണോ, എല്ലാ രീതിയിലും പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതിനകത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിനകത്ത് നല്ല പണമുള്ളവർ, ധനാഠ്യർ, സമ്പന്നർ ഉണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായ ചില കണക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റുകൾ, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന്റെ ലിസ്റ്റുകൾ പരസ്യമായി പബ്ലിഷ് ചെയ്യണം. അത് പഞ്ചായത്ത് ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്നെ വാർഡ് തല ഓഫീസുകളുണ്ടെങ്കിൽ അങ്ങനെ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഓഫീസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അവിടങ്ങളിലൊക്കെ ഈ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണം. ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കുറച്ചുകൂടി ആരൊക്കെയാണ് ഈ പണം കൈപ്പറ്റുന്നത് എന്ന് ജനങ്ങൾ കൂടി അറിയാൻ അവകാശമുണ്ട്. ഈ വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ 55 വയസ്സിന് 56 വയസ്സിന് അകത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ല PH ആയി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ ആവാനാണ് സാധ്യത. അപ്പൊ അത് ഒരു മനഃപൂർവ്വമായി വാങ്ങിയതാണോ അറിയാതെ വാങ്ങിയതാണോ, എന്തായിരുന്നാലും ഗവൺമെന്റ് നടപടിയെ സ്വാഗതം ചെയ്യുന്നു. പണം കൈപ്പറ്റിയവർക്കെതിരെ പണം തിരിച്ചുപിടിക്കാനും പലിശ തിരിച്ചുപിടിക്കാനും നടപടി ഉണ്ടാകണം എന്നാണ് തോന്നുന്നത്.